ആകെ ഈ റൂട്ടിൽ 2 ബസ്സേ ഉള്ളൂ. ഒരു KSRTC പോലും ഇല്ലല്ലോ. അതങ്ങനെ ലാഭത്തിലോടുന്ന സർവീസല്ലേ. പാവപ്പെട്ടവൻ കയറി കഴിഞ്ഞാൽ നഷ്ടത്തിലായാലോ. ഇന്നിനിയിപ്പോൾ ഈ വഴി കഷ്ടമാണ്. 5 മണിക്ക് എത്താനുള്ളതാ. ഹലോ, എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഞാൻ എത്തും. ഒരു മിനിറ്റ്. എൻ്റെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. നിങ്ങൾ കുറ്റിക്കോല് ഭാഗത്തേക്കല്ലേ? എനിക്ക് പെട്ടെന്ന് പോകണ്ടേ. അടുത്ത വണ്ടിക്ക് കാത്തു നിന്ന് കഴിഞ്ഞാൽ വൈകി. അവരുടെ കൂട്ടത്തിലാണ് ഞാനും നിന്നിരുന്നേ. കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടിയൊന്നും കിട്ടില്ല. അതാ പിന്നോട്ട് നടന്നേ. ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് മാത്രമല്ല പിന്നോട്ട് നടക്കേണ്ടി വരും അല്ലേ? എന്താ പേര്? എൻ്റെ പേര് ജയശീലൻ എന്നാണ്. പ്രോബിലാണ് വർക്ക് ചെയ്യണേ. പ്രോബ് അറിയില്ലേ? ഇൻഷുറൻസ് കമ്പനി, ന്യൂജൻ. ആക്സിഡൻറ്റും ഹെൽത്തും ഒക്കെ ഉണ്ട്. അതെ, ആൾക്കാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടി ആശുപത്രികളെയാണ്, രോഗങ്ങളല്ല. ചെറിയൊരു പനി വന്നാൽ മതി തറവാട് വിൽക്കാൻ. അതാണ് നമ്മുടെ പോയിന്റ്. അവിടെയാണ് പോളിസി ചിലവാക്കുന്നത്. പിന്നെ നിങ്ങളോടായതുകൊണ്ട് പറയാം, ഈ ക്ലെയിമൊന്നും അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. നിങ്ങൾ കുറ്റിക്കോലേക്കാണ് പോകുന്നതെങ്കിൽ ഇതുവഴി പോകുന്നതല്ലേ നല്ലത്. റാവ് റോഡ് വഴിയും പോവാം. 2 കിലോമീറ്റർ ലാഭം ഉണ്ടാവും. പക്ഷെ റോഡ് മൊത്തം കുണ്ടും കുഴിയാണ്. ഇതാ നല്ല വഴി. ഒരു പോളിസി കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ്റെ ഇരട്ടി കിട്ടും ക്ലെയിം തള്ളിക്കളഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കേസ് കിട്ടി. ന്യൂറോയുടെ സിറ്റി ഹോസ്പിറ്റലിൽ സർജറി, പേ വാർഡ്, ICU എല്ലാം കൂടി 3.5 ലക്ഷം രൂപ. പക്ഷെ ഒരു കടയിൽ സെക്യൂരിറ്റിയാണ്. വലിയ നിവൃത്തിയൊന്നും ഇല്ലാത്ത കുടുംബം, 2 പെൺമക്കളാണ്. ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ആയി. പക്ഷേ ഒരു ഷുഗർ വന്നത് വെച്ചിട്ട് ഞാനൊരു പിടുത്തം അങ്ങ് പിടിച്ചു. പോളിസി സമയത്ത് ഷുഗറിനെ കുറിച്ചിട്ടുള്ള അറിവ് റിപ്പോർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കമ്പനിക്ക് ലാഭം 3.5 ലക്ഷം. അതിൽ നിന്ന് എനിക്കും കിട്ടിയ കമ്മീഷൻ 35. അവസാനം നാട്ടുകാരൊക്കെ പിരിവെടുത്തിട്ടാണ് ആ പാവത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയത്. ഞാനും കൊടുത്തരാം 500. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു മനഃശാസ്ത്രം. സഹോ എന്നാണോ നിങ്ങളുടെ പേര്? ഓ, സഹോ, ബ്രോ, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർ വിളിക്കുന്നത്. കൊള്ളാം. സഹോ ബ്രോ എന്നൊക്കെയാണ് വിളിക്കുന്നത്. രാത്രി ആയി കഴിയുമ്പോൾ കാണണം. രാത്രി ആവണ്ട, ഏതെങ്കിലും ഒരു തൂണിൻ്റെ മറ കിട്ടിയാൽ മതി ഇവറ്റക്കൊക്കെ തുണി അഴിക്കാൻ. നിങ്ങളൊരു മാന്യനായതുകൊണ്ട് പറയാം സഹോദര.
ഇവരൊക്കെ പ്രശ്നക്കാരാണ്. ആ വേഷം കണ്ടില്ലേ? ആ തേവിടിച്ച് പെണ്ണ് വിളിച്ച പോലെ അല്ല ഞാൻ സഹോദരാന്ന് വിളിക്കുന്നത്. നമ്മൾ പെടും. 10 മിനിറ്റ് മതി എല്ലാം കൊളാക്കി കയ്യിൽ തരാം. പീഡനമൊന്നും പറയും, പൈസയും ചോദിച്ചു വരും. കയ്യിൽ നിൽക്കുന്ന കേസല്ലേ ഇതൊന്നും. ഇവർക്കൊക്കെ എങ്ങനെ വേഷം കെട്ടി നടക്കാൻ കാശ് എവിടുന്നാണ്? ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഇവരൊക്കെ കാശിന് വേണ്ടി എന്തും ചെയ്യും. ഇനി അങ്ങനെ വല്ലതും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വലിയ ബന്ധമൊന്നും വെക്കരുത്, ഫോണിലൊന്നും വിളിക്കരുത്. നേരെ പോകണം, കാശ് കൊടുക്കണം, കീച്ചണം, പൊയ്ക്കൊള്ളണം. സുരേഷ് സാറേ, നിങ്ങളീ കാണിച്ചത് തീരെ ശരിയല്ല കേട്ടാ. എത്ര ദിവസമായി ഞാൻ ആപ്ലിക്കേഷൻ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട്. കര അടച്ചിട്ടൊന്ന് റെസീറ്റ് ശരിയാക്കി തന്നാൽ മതി. ഭാര്യയുടെ പേരിൽ ഒരു ലോൺ എടുക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ഇങ്ങനെ ഇട്ട് നടത്തിക്കുന്നതിലാണല്ലോ താല്പര്യം. എൻ്റെ കാര്യം പോട്ടെ, ചില പാവങ്ങൾ വരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഹാർട്ട് ഓപ്പറേഷനും ഒക്കെ ആയിട്ട്. അതെങ്കിലും നേരാവണ്ണം നടത്തി കൊടുത്തേക്കണേ. നടത്തി കൊടുത്താൽ നല്ലത്. വിട്ട നിർത്തണ്ട. അത് അയാൾ കൊണ്ടുപോയിക്കോളും. കണ്ടിട്ടൊരു ദരിദ്രവാസി ലുക്കുണ്ട്. ഓട്ടോ കാശ് പോലും കയ്യിലുണ്ടാവില്ല. ഇതിനൊക്കെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആശുപത്രിയിൽ രക്തം കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഭയന്നു പോയി. അവന് പോക്ക് കണ്ടോ? ഇപ്പോഴാണ് ഓർത്തേ. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? അപകട ഇൻഷുറൻസ്? എൻ്റെ കയ്യിൽ ഒരു ഉഗ്രം പോളിസി ഉണ്ട്. എടുക്കുന്നത് നല്ലതാണ്. ഒരപകടം വരുമ്പോൾ കൂടെ ആരും ഉണ്ടാവില്ല. കൂടെ കിടക്കുന്നവരായി കഴിഞ്ഞാലും മക്കളായി കഴിഞ്ഞാലും സഹോദരങ്ങളായി കഴിഞ്ഞാലും എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ നോക്ക്, വീണിരുന്നെങ്കിലാ ലക്ഷങ്ങളാവും. നിങ്ങളൊരു മിടുക്കനായതുകൊണ്ട് നമ്മൾ അപകടം കൂടാതെ രക്ഷപ്പെട്ടു. ഈ മിടുക്ക് ഇതിൽ മാത്രം കാണിച്ചാൽ പോരാ, നമ്മുടെ ഭാവി ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൂടി വേണം. എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു പോളിസി എടുക്കും. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? ഗാന്ധിജി എന്താ പറഞ്ഞത്? സ്വാശ്രയം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു കഥ പറയാം. എൻ്റെ കുട്ടിയും മറ്റൊരു കുട്ടിയും കൂടെ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കുക. മറ്റേ കുട്ടിയുടെ തലയിൽ ഒരു തേങ്ങ വീണു. അപ്പം ഞാൻ എന്ത് വിചാരിക്കും? ഭാഗ്യം എൻ്റെ കുട്ടിയുടെ തലയിൽ വീണില്ലല്ലോ എന്ന്. പിന്നെ ഞാനും എൻ്റെ കുട്ടിയും ആണ് തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിൽ തേങ്ങ വീണു. അപ്പം ഞാൻ എന്ത് വിചാരിക്കും? ഭാഗ്യം എൻ്റെ തലയിൽ വീണില്ലല്ലോ. മനുഷ്യന്മാരങ്ങനെയാണ്. അവസാനമാകുമ്പോൾ അവനവൻ്റെ കാര്യം മാത്രമാവും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യ ആയാലും മക്കളായാലും സഹോദരങ്ങളായാലും എല്ലാവരും. അതെ, ഇതെന്താ ഇങ്ങോട്ട് കയറിയത്?
മനസ്സിലായി. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് പോരെ സുഹൃത്ത് അന്യൻ്റെ കാര്യം. നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കും. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയല്ലേ ഇരിക്കൂ. ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് കമ്പനി പോളിസി അല്ലേ. ആ ആ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ. ആ എന്നാൽ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. ഞാൻ ചീഫിൻ്റെ നമ്പർ തരാം, നേരിട്ട് വിളിച്ചോ. ആ എടാ ഞാൻ എത്തിടാ, ഒരു 5 മിനിറ്റ്. ചെറിയൊരു പ്രശ്നം. ഇല്ല, പരിഹരിച്ചു. നമ്മൾ ഒരുമിച്ച് പോവും, അവരെ കാണും, കുട്ടികൾക്ക് സന്തോഷമാവും. അവർക്ക് നമ്മളൊക്കെ ഉള്ളൂ.